നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സനാതനധർമ്മ സംസ്കാരം നിലനിൽക്കുന്നത് മഹാത്മാക്കളായ സന്യാസി വര്യന്മാരിലൂടെയാണ്. അതിനാൽ മഹാത്മാക്കളെ സന്ദർശിക്കേണ്ടത് സനാതനധർമ്മ വിശ്വാസികളുടെ ധർമ്മമാണ്, കടമയാണ്. മഹാത്മാക്കളുടെ സാന്നിധ്യത്തിൽ ചെല്ലുമ്പോൾ ആ സാന്നിധ്യം നമ്മിലുള്ള നല്ല ഗുണത്തെയും സംസ്കാരത്തെയും ഉണർത്തുന്നു. വെളിച്ചം കടക്കാൻ ഇടമില്ലാത്ത ഒരു ഗുഹയ്ക്കുള്ളിൽ വിളക്ക് കത്തിച്ചു വെച്ചാൽ അതിനുള്ളിലെ ഇരുട്ടകലുന്നു. അതുപോലെ മഹാത്മാവായ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ഉള്ളിലെ അന്ധകാരം അകലുന്നു. മഹാത്മാക്കളുടെ സാന്നിധ്യം അവരുടെ സംസ്കാരത്തെയും ആത്മീയ ഗുണങ്ങളെയും നമ്മിൽ സംക്രമിപ്പിക്കുന്നു. തീർത്ഥാടനം കൊണ്ടും തപസ് കൊണ്ടും നേടാൻ കഴിയാത്ത ആത്മീയ ഉന്നതി മഹാത്മാക്കളുടെ സാന്നിധ്യത്തിലൂടെ നേടാൻ കഴിയും. അഹങ്കാരമില്ലാതെ വിനയത്തോടും വിശ്വാസത്തോടും കൂടി വേണം മഹാത്മാക്കളായ ഗുരുക്കന്മാരെ സമീപിക്കാൻ. എങ്കിൽ മാത്രമേ ആ സാമീപ്യത്തിൻ്റെ പ്രയോജനം ലഭിക്കൂ. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ഭജഗോവിന്ദം ആലപിക്കുന്നത് കേൾക്കാം. പ്രാണായാമം പ്രത്യാഹാരം നിത്യാനിത്യ വിവേകവിചാരം പ്രാണായാമം പ്രത്യാഹാരം നിത്യാനിത്യ വിവേകവിചാരം ജാപ്യസമേത സമാധിവിധാനം ജാപ്യസമേത സമാധിവിധാനം കുർവവധാനം മഹദവധാനം കുർവവധാനം മഹദവധാനം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. പ്രാണായാമം, പ്രത്യാഹാരം, നിത്യാനിത്യ വിവേകം, ആത്മവിചാരം, ജപസമേതമുള്ള സമാധി വിധാനം ചെയ്യൂ എന്നാണ് ഭജഗോവിന്ദത്തിലെ 10ാം ശ്ലോകത്തിൽ പറയുന്നത്. പ്രാണന്റെ ഗതിയെ നിയന്ത്രിക്കുന്നതാണ് പ്രാണായാമം. യമനിയമങ്ങളെ പാലിക്കുന്നയാൾ ആസനസിദ്ധി കൈവന്ന ശേഷം മാത്രം ചെയ്യേണ്ടതാകുന്നു പ്രാണായാമം. പ്രാണായാമത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത് ശങ്കര സ്തോത്രാമൃതത്തിൽ കേൾക്കാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.
സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഭജഗോവിന്ദം എന്ന് പ്രസിദ്ധമായ മോഹമുദ്ഗരത്തിൽ 10ാമത്തെ ശ്ലോകമാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. വേദാന്തത്തിൻ്റെ പ്രായോഗിക ജീവിത വീക്ഷണം ഉപദേശിച്ചു 9ാമത്തെ ശ്ലോകത്തിൽ. നിന്നിലും എന്നിലും സർവത്തിലും സർവരിലും കുടികൊള്ളുന്ന ചൈതന്യ സ്വരൂപനേകനാണ്. ആ ഒരു ബോധത്തോടു കൂടി ഭേദാജ്ഞാനത്തെ ഉപേക്ഷിക്കൂ, എല്ലാത്തിലും ആത്മഭാവത്തെ കാണൂ എന്ന്. അതിൽ പരം സാമൂഹികമായി ഒന്ന് പറഞ്ഞു തരാനില്ല. നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതും സർവസ്നേഹവും എല്ലാം ആ ഒരു ശ്ലോകത്തിൽ ഉപദിഷ്ടമാണ്. അപ്പം അവിടെ ഒരു സംശയം വരികയാണ്, ഇത് താത്വികമായി പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ, എങ്ങനെ അതിലേക്ക് ഞാൻ ഉയരും? ജീവിതത്തിൽ എന്തെല്ലാം സാധനാനുഷ്ഠാനങ്ങൾ വേണം? അതാണ് പറയുന്നത്. പ്രാണായാമം പ്രത്യാഹാരം നിത്യാനിത്യവിവേകവിചാരം ജാപ്യസമേതസമാധിവിധാനം കുർവവധാനം മഹദവധാനം. പ്രാണായാമം പ്രത്യാഹാരം നിത്യാനിത്യവിവേകവിചാരം ജാപ്യസമേതസമാധിവിധാനം കുർവവധാനം മഹദവധാനം. അനേക സാധനാക്രമങ്ങളെ നമുക്ക് ഉപദേശിക്കുകയാണ്. ഇതിലെല്ലാം എല്ലാവരും ചെയ്തോളണമെന്നില്ല, എല്ലാം എല്ലാവർക്കും ചെയ്യാം. ഏതാണോ അവനവന് സ്വീകാര്യമായത് അത്തരം സാധനാനുഷ്ഠാനങ്ങളെ പിന്തുടരാനുള്ള അധികാരം നമുക്കെല്ലാമുണ്ട്. ആ നിലയ്ക്കാണ് അനേക യോഗമാർഗങ്ങളെ ഋഷീശ്വരന്മാർ പറഞ്ഞു തരുന്നത്. ഭക്തിയോഗവും കർമ്മയോഗവും അഷ്ടാംഗയോഗവും ജ്ഞാനയോഗവും അങ്ങനെ അനേക യോഗമാർഗങ്ങൾ ഉപദിഷ്ടമായിരിക്കുന്നത് എല്ലാ മനുഷ്യർക്കും യോജിക്കാൻ വേണ്ടിയിട്ടാണ്. ലക്ഷ്യമൊന്നാണ്, മാർഗം പലത്. ഇവിടെ ചില സാധനാക്രമങ്ങളെ പറയുന്നത് ഉപലക്ഷണാർത്ഥത്തിലാണ്. അതുപോലെ മറ്റുള്ളവയെയും നമുക്ക് സ്വീകരിക്കാം. നോക്കൂ, ആദ്യം പറയുകയാണ് പ്രാണായാമം കുരു, പ്രത്യാഹാരം കുരു, നിത്യാനിത്യ വിവേകവിചാരം കുരു, ജാപ്യസമേത സമാധിവിധാനം കുരു, അവധാനം കുരു. ഇത്രയും പറഞ്ഞിട്ട് പറയുകയാണ് മഹദവധാനം. അവധാനം മഹത്താണ്, മഹത്തായതാണ്. ഇപ്പം ഇവിടെ വ്യത്യസ്തങ്ങളായ സാധനാക്രമങ്ങളെ പറയുന്നതിനോടൊക്കെ ചേർത്തുകൊണ്ട് കുരു എന്നുള്ളത് കൂട്ടിച്ചേർക്കണം. കുരു എന്നുള്ളത് അവസാനത്തെ പാദത്തിൽ പറഞ്ഞിട്ടുണ്ട്. കുർവവധാനം എന്നുള്ളത് ഛേദിക്കുമ്പോൾ കുരു പ്ലസ് അവധാനമാണ്. അപ്പോൾ ആ കുരു എന്നുള്ളതിനെ ചെയ്യൂ, നീ ചെയ്യൂ എന്നുള്ളതിനെ എല്ലാത്തിലേക്കും എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് പ്രാണായാമം കുരു എന്നാണ്. പ്രാണായാമം മനസ്സിനെ നിയമിക്കാൻ, സ്വാധീനിക്കാൻ, ശുദ്ധീകരിക്കാൻ ഏറ്റവും ഉപയുക്തമായ സാധനാക്രമമാണ്. ഒരു സാധകനെ സംബന്ധിച്ച് അവൻ്റെ ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എല്ലാ ഉപാധികളും ക്രമീകൃതങ്ങളാകണം, എല്ലാം ആരോഗ്യത്തോടൊത്തതാകണം, എല്ലാം ശക്തിയുക്തങ്ങളാവണം എന്ന് മാത്രമല്ല അവയുടെ ഏകീകരണം സാധിക്കണം, നിയമനം സാധിക്കണം. ഇതെല്ലാം സാധിക്കുന്നതിന് ഏറ്റവും യോഗ്യമായ സാധനാക്രമമാണ് പ്രാണായാമം എന്നുള്ളത്. പ്രാണായാമം ഒരു മനുഷ്യന്, സാധകന് ആസനസിദ്ധി കൈവന്ന ശേഷം ചെയ്യാനുള്ളതാണ്. ആസനസിദ്ധി കൈവരിക എന്ന് പറയുമ്പോൾ ഹഠയോഗത്തിൽ പ്രതിപാദിച്ച വിവിധതരം ആസനങ്ങൾ സിദ്ധമാകണമെന്ന് പറഞ്ഞിട്ടില്ല. ഹഠയോഗത്തിൽ പ്രതിപാദിക്കുന്ന വിവിധങ്ങളായ ആസനങ്ങൾ, ശീർഷാസനമാകട്ടെ, സർവാംഗാസനമാകട്ടെ, ഇങ്ങനെയുള്ള വിവിധങ്ങളായ
സങ്കീർണങ്ങളായ ആസനങ്ങൾ സിദ്ധമായ ശേഷമേ പ്രാണായാമം ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയരുത്. എന്നാൽ ഒരു സാധകന് അനായാസേന സുഖമായി ദീർഘനേരം ഇരിക്കാനുള്ള ശേഷി കൈവന്ന ശേഷമേ പ്രാണായാമം ചെയ്യാവൂ. വാസ്തവത്തിൽ ഭഗവാൻ പതഞ്ജലി മഹർഷി തൻ്റെ യോഗസൂത്രങ്ങളിൽ ആസനത്തിന് നൽകുന്ന നിർവചനം ശ്രദ്ധിക്കേണ്ടതാണ്. സ്ഥിരസുഖമാസനം എന്നാണ്. ആസനം എന്ന് പറഞ്ഞാൽ സ്ഥിരസുഖമാണ് ആസനം. അതാണ് നിർവചനം കൊടുക്കുന്നത്. ഏതൊരിരിപ്പിൽ സ്ഥൈര്യവും സൗഖ്യവുമുണ്ടോ അതേ ആസനമാകും. സ്ഥിരത വേണം, ദീർഘനേരം ഇരിക്കാനുള്ള സാധ്യത വേണം. 2, സുഖം വേണം. ആ ഇരുത്തത്തിൽ നമുക്ക് അസുഖം ഉണ്ടാവരുത്, ക്ലേശം ഉണ്ടാവരുത്. അങ്ങനെ സ്ഥിരമായി സുഖമായി ഏതൊരിരിപ്പുണ്ടോ അതിനാണ് ആസനം എന്ന് പറയുന്നത്. അത് അവനവന് ഇഷ്ടമുള്ള ഏതും ആവാം, ഏത് തരത്തിലുള്ള ആസനവും ആവാം. എന്നാൽ പ്രാണായാമാദി സാധനാക്രമം അഭ്യസിക്കുന്ന സന്ദർഭത്തിൽ ശിരസ്, കഴുത്ത്, നട്ടെല്ല് ഇവ 3 ഒരു നേർരേഖയിൽ വരുന്ന ക്രമത്തിലാവുന്നതാണ് ഉത്തമം. സമം കായ ശിരോഗ്രീവം ധാരയൻ അചലം സ്ഥിര എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ ശരീരവും കഴുത്തും ശിരസ്സും സമമായി ധരിച്ചുകൊണ്ട്, അചലമായി ധരിച്ചുകൊണ്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കണം. അങ്ങനെയുള്ളൊരു ഇരുത്തം കൈവന്ന ശേഷം പ്രാണായാമം ചെയ്യാം. ഒരു സിദ്ധാസനം ഇന്നതെന്ന് പറയുന്നില്ല. അത് പത്മാസനമോ അർദ്ധപത്മാസനമോ ഏതെങ്കിലും ഒരു സുഖാസനം, ഏതെങ്കിലും ഒരു സുഖാസനത്തിൽ ഇരുന്ന ശേഷം പ്രാണായാമം ചെയ്യാം. പ്രാണായാമം മനോനിയന്ത്രണത്തിന് വളരെ സഹായകമായ സാധനയാണ്. എന്താണ് പ്രാണായാമം, എങ്ങനെ പ്രാണായാമം ചെയ്യാം, ഈ വക വിഷയങ്ങളെ നമുക്ക് തുടർന്ന് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് സനാതനധർമ്മം. ഓം നമഃ ശിവായ. രാമായണത്തിലെയും മഹാഭാരതത്തിലെയും വനവാസ കാലഘട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ നമ്മൾ കണ്ടത് ധർമ്മപുത്രർ ചൂത് കളിച്ച് എല്ലാം നഷ്ടപ്പെട്ട് വനവാസം ആരംഭിക്കുന്നത് വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ പറയാൻ വിചാരിക്കും. ഇപ്പം ധർമ്മപുത്രരെ സംബന്ധിച്ചിടത്തോളം വലിയ ചക്രവർത്തിയായിരുന്നു. തൻ്റെ ധർമ്മത്തെക്കുറിച്ച് ലോകം മുഴുവൻ പുകഴ്പെറ്റ് കേട്ടിരുന്നു, പ്രകീർത്തിച്ചിരുന്നു. ഉള്ള ഭീഷ്മാദികളെല്ലാം തന്നെ ധർമ്മപുത്രരെ അംഗീകരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി ഇപ്പോൾ ഒരു വനവാസിയായിട്ട് മാറിയിരിക്കുകയാണ്. ഒന്നുമില്ല, രാജ്യമില്ല, ജനങ്ങളുടെ എല്ലാം മുമ്പിൽ വെച്ച് രാജസദസ്സിൽ വെച്ച് തൻ്റെ ഭാര്യയൊക്കെ അപമാനിക്കപ്പെട്ടു. അത് നോക്കിയിരിക്കാനേ സാധിച്ചുള്ളൂ. അങ്ങനൊരവസ്ഥയിലേക്ക് മാറുകയാണ്. അപ്പോൾ ഈ ഒരു പതനം, ഒരു ചക്രവർത്തിയിൽ നിന്ന് വനവാസിയായി തീരുന്നതിനുള്ള ആ പതനം, അത് തീർച്ചയായിട്ടും പിന്നീട് ഇടയ്ക്ക് ദ്രൗപദിയെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ധർമ്മപുത്രരുടെ ഭാഗത്തുള്ള വീഴ്ച തന്നെയാണെന്നത് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നിന്നാണ് വാസ്തവത്തിൽ, ഈ പരാജയത്തിൽ നിന്നാണ്, ഈ പതനത്തിൽ നിന്നാണ് വാസ്തവത്തിൽ ധർമ്മപുത്രർ തൻ്റെ പക്വത, ജീവിതത്തിലൊരു മനുഷ്യന് വേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് ജ്ഞാനം വേണം, അറിവ് വേണം. പക്ഷെ അറിവ് മാത്രം പോരാ, ജീവിതാനുഭവങ്ങളിൽ കൂടി നേടുന്ന പക്വത കൂടി ഒരാൾക്ക് ആവശ്യമാണ്. ആ പക്വത ധർമ്മപുത്രർക്ക് നേടാൻ സാധിക്കുന്നത് ഈ വനവാസകാലത്തും പിന്നീട് യുദ്ധ സമയത്തും കൂടിയാണ്. അപ്പോൾ ഈ വനവാസകാലത്തിലാണ് വാസ്തവത്തിൽ ഈ തൻ്റെ പരാജയത്തിന് കാരണം ചൂതുകളിലുള്ള തൻ്റെ അറിവ് കുറവായിരുന്നു. ഏത് രംഗത്താണോ തനിക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ള മിഥ്യാഭിമാനം മാത്രം പോരാ, അനുഭവ സമ്പത്ത് തനിക്കുണ്ടായിരുന്നില്ല. ശകുനിയോടുള്ള അനുഭവ സമ്പത്ത് ചൂതുകളിൽ തനിക്കുണ്ടായിരുന്നില്ല. ആ അറിവ് കുറവ് കാരണമാണ് താൻ പരാജയപ്പെട്ടത് എന്നുള്ള തിരിച്ചറിവ് ധർമ്മപുത്രർക്കുണ്ടായിരുന്നു. പക്ഷേ ആ കുറവ് അദ്ദേഹം പരിഹരിക്കുന്നത് വനവാസകാലത്താണ്. നമുക്കറിയാം, നളദേവന്തി കഥയൊക്കെ ധർമ്മപുത്രർക്ക് പറഞ്ഞു കൊടുക്കുന്നത് വനവാസകാലത്താണ്. ആ നളദേവന്തിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ നളന് അക്ഷയകൃത്യ വിദ്യ കൊണ്ട് എങ്ങനെയാണോ ചൂതുകളി വിജയിക്കാൻ സാധിച്ചത്, അതേപോലെ യുധിഷ്ഠിരനെ അക്ഷയകൃത്യ വിദ്യ പഠിപ്പിച്ചിട്ട് ചൂതുകളി വിജയിക്കാനുള്ള കഴിവ് നേടിയെടുക്കാൻ സാധിക്കുന്നത് ഈ വനവാസകാലത്താണ്.
അതേപോലെ തന്നെ അർജുനന് തന്നെ ഏറ്റവും വലിയ വില്ലാളി വീരനെന്നുള്ള അഹങ്കാരം ഉണ്ടായിരുന്നു. ഇവിടെ പശുപതാസ്ത്രത്തിന് വേണ്ടിയിട്ട് ഭഗവാനെ തപസ് ചെയ്തു. ഭഗവാൻ കിരാതമൂർത്തിയായിട്ട് വരുന്നു, അർജുനോട്ട് ഏറ്റുമുട്ടുന്നു. തൻ്റെ അഹങ്കാരം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കിയതിന് ശേഷമാണ് ആ പാശുപതാസ്ത്രം അർജുനന് ലഭിക്കുന്നത്. അല്ല, ഭീമന് തൻ്റെ കരബലത്തിൽ വലിയ അഹങ്കാരം ഉണ്ടായിരുന്നു. അവിടെ ഹനുമാൻ സ്വാമി അദ്ദേഹത്തിന് ആ അഹങ്കാരം ശമിപ്പിക്കുന്നു. അപ്പോൾ ഒരു ശരിയായ ഭരണാധികാരിക്ക് ഒന്നാമത് അഹങ്കാരം പാടില്ല, രണ്ടാമത് തൻ്റെ കുറവുകളെക്കുറിച്ച് ഉള്ള ബോധം ഉണ്ടാവണം, ആ കുറവുകൾ പരിഹരിച്ച് മുന്നേറാനും സാധിക്കണം. തൻ്റെ കുറവുകൾ വെച്ചുകൊണ്ട് തനിക്ക് പരാജയപ്പെടാൻ സാധ്യതയുള്ള ഒരു യുദ്ധത്തിൽ ഒരിക്കലും പോയൊരു ഭരണാധികാരി ചാടാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിരുന്നു. പക്ഷേ നമ്മുടെ തലമുറകളെല്ലാം പഠിച്ചിരുന്നോ എന്ന് നമുക്ക് സംശയമാണ്. കാരണം നമ്മൾ ശരിക്കും നമ്മുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ നമ്മുടെ പല രാജാക്കന്മാർ ഈ വേണ്ട പാഠങ്ങൾ വേണ്ട പോലെ ഉൾക്കൊള്ളാൻ അവർ ശ്രമിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. കാരണം അവിടെ ഈ വനവാസത്തിൽ കൂടെ അവർ സാധിച്ചെടുത്തത് അവരുടെ അഹങ്കാരം ഇല്ലാതാക്കുക മാത്രമല്ല. ഇപ്പം നമ്മൾ രാമൻ്റെ വനവാസം എടുത്ത് നോക്കുക. വനവാസത്തിന് വരുമ്പോൾ ആദ്യമായിട്ട് അദ്ദേഹം കണ്ടുമുട്ടുന്ന വാനരന്മാരെയാണ് സീതാന്വേഷണത്തിന് കണ്ടുമുട്ടുന്ന ആദ്യത്തെ വലിയൊരു സംഘം തൻ്റെ സഹായം തേടുന്നത്. വാനരന്മാരുടെ സഹായമാണ് ആദ്യമായിട്ട് തേടുന്നത്. അന്നത്തെ കാലത്ത് കിഷ്കിന്ധയുടെ അധിപതി മഹാബലവാനായ ബാലിയാണ്. രാവണൻ്റെ സുഹൃത്താണ്, രാവണനെ പരാജയപ്പെടുത്തിയ ആളാണ്. അപ്പം കിഷ്കിന്ധയെ രാമനും ലക്ഷ്മണനും വന്നിട്ടുള്ളതായിട്ട് താരയാണ് ബാലിയെടുത്ത് പറയുന്നത്. ബാലിക്ക് അത് നേരത്തെ വിവരം കിട്ടിയിരുന്നു. താരയ്ക്ക് വരെ കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും ഭരണാധികാരി അറിയാതിരിക്കില്ലല്ലോ അന്തപുരത്ത് വരെ എത്തിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പക്ഷേ രാമൻ ലക്ഷ്മണന്മാരിൽ നിന്ന് യാതൊരു ഭയവും ബാലിക്കുണ്ടായില്ല. കാരണം താൻ അവരെ ഒരു തരത്തിൽ എതിർക്കാൻ പോയിട്ടില്ല. അപ്പോൾ അവർ ധർമ്മിഷ്ഠരാണെന്ന് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് അവരിൽ നിന്നും തനിക്കൊരു ഭയം ഒരിക്കലും ഉണ്ടാകാനില്ല, തനിക്കൊരു ശത്രുതയില്ല. പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ സമീപിച്ച് പറഞ്ഞാൽ കൊടുക്കാൻ തയ്യാറാണ്. അപ്പം അതുകൊണ്ട് അവരെക്കുറിച്ച് ഒരിക്കലും ബാലി ആകുലപ്പെട്ടില്ല. പക്ഷേ അതേസമയം ആ ബാലിയുടെ അടുത്തല്ല രാമനും ലക്ഷ്മണനും സമീപിച്ചത്. ഹനുമാൻ വഴി സുഗ്രീവൻ്റെ അടുത്താണ് അവർ സഹായാഭ്യർത്ഥനയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ സുഗ്രീവനാണെങ്കിൽ ബാലിയെ ഭയപ്പെട്ട് ഒളിച്ച് താമസിക്കുന്ന ഒരു വാനരനാണ്. വാനരന്മാരെന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ കാണുന്നത് മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ട് അല്പം താഴ്ന്നൊരു സമുദായമായിട്ടാണ് കാണുന്നത്. ഒരു വനവാസികളെ പോലെ ആ കിഷ്കിന്ധയിൽ മാത്രം ഒതുങ്ങി കഴിയുകയാണ്. ഈ രാവണനേക്കാളും വലിയ ബലശാലിയായിരുന്നു ബാലിയെങ്കിലും കിഷ്കിന്ധയ്ക്ക് പുറത്ത് അദ്ദേഹം സാമ്രാജ്യം വികസിപ്പിക്കാനൊന്നും പോയില്ല. മറ്റു രാജ്യങ്ങൾ പിടിച്ചടക്കാനോ ഒന്നും ശ്രമിച്ചിട്ടിരുന്നു. അതുമല്ല അവരുടെ ആയുധങ്ങളും വളരെ പ്രാകൃതങ്ങളായ ആയുധങ്ങളായിരുന്നു. വലിയ ദിവ്യായുധങ്ങളൊന്നും അവർക്കുണ്ടായിരുന്നില്ല. അവിടെ രാമൻ സുഗ്രീവനോട് സഖ്യമാണ് ചെയ്യുന്നത്. താനും സുഗ്രീവനും തുല്യരാണ്. കാരണം താനും ഭാര്യ നഷ്ടപ്പെട്ട് ഭാര്യയെ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു, സുഗ്രീവനും അതിനെ ശ്രമിക്കുന്നു. ആ തുല്യന്മാർ തമ്മിലേ സഖ്യം പാടുള്ളൂ എന്നുള്ള നിലയ്ക്ക് രാമനവിടെ സുഗ്രീവനെ തനിക്ക് തുല്യനായിട്ടാണ് കാണുന്നത്. പക്ഷെ അതേസമയം സുഗ്രീവനെ കാണാൻ സാധിക്കുന്നില്ല. രാമന് ഈ ബലമുണ്ടോ, ബാലിയെ പരാജയപ്പെടുത്താൻ ബലമുണ്ടോ എന്ന് സുഗ്രീവൻ പരീക്ഷിച്ച് ബോധ്യപ്പെടുകയാണ്. പരീക്ഷണങ്ങളെല്ലാം രാമൻ വിജയിക്കുന്നുണ്ട്. മാത്രമല്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും വിഭീഷണ അഭയം തേടി വരുമ്പോൾ അവിടെ രാമൻ്റെ അഭയം തേടിയാണ് വിഭീഷണൻ വരുന്നതെങ്കിലും രാമൻ അവിടെയും വിഭീഷണുമായിട്ട് സഖ്യം ചെയ്യുകയാണ്. തനിക്ക് തുല്യനായിട്ടാണ് അവിടെ വിഭീഷണനെ കാണുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാമൻ ഒരിക്കലും സുഗ്രീവനേക്കാളും കേമനായിട്ടോ മിടുക്കനായിട്ടൊന്നും ഉയർന്നവനായിട്ടോ ഒരിക്കലും സങ്കല്പിച്ചില്ല. വിഭീഷണേക്കാൾ ഉയർന്നവനായിട്ട് ചിന്തിച്ചിട്ടില്ല. തന്നെ വാനരന്മാർക്ക് തുല്യനായിട്ടും രാക്ഷസന്മാർക്ക് തുല്യനായിട്ടും എല്ലാ മനുഷ്യരും ആ സമഭാവനയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഇപ്പം ഗീതയിൽ പറയുന്നുണ്ടല്ലോ, ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നുണ്ടല്ലോ, സമത്വം യോഗോച്ചത് എന്ന ആ സമബുദ്ധിയിൽ ഉറച്ചു നിന്ന വ്യക്തിയായിരുന്നു രാമൻ. പക്ഷേ യുധിഷ്ഠിരാദികൾക്ക് പാണ്ഡവർക്ക് ഈ സമബുദ്ധി കിട്ടാൻ അനുഭവങ്ങൾ കൂടി അവർക്ക് ആർജിക്കേണ്ടി വന്നു. അപ്പോൾ വനവാസകാലത്ത് അതാണ് സംഭവിച്ചത്. പാണ്ഡവരെ സംബന്ധിച്ചോളം പലവിധ അനുഭവങ്ങളിൽ കൂടി അവർക്ക് ഈ പക്വത ആർജിക്കേണ്ടി വന്നു. രാമനെ സംബന്ധിച്ച് ആ പക്വത നേരത്തെ ഉണ്ടായിരുന്നു. അത് തൻ്റെ പ്രവൃത്തി കൂടി അത് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. അപ്പോൾ പാണ്ഡവർക്ക് ഈ പക്വത കിട്ടിയത് കൊണ്ടാണ് ആ യുദ്ധത്തിന് ശേഷം, ആ യുദ്ധത്തിൻ്റെ അവസാനം ആ യുദ്ധക്കളത്തിൽ നിന്ന് ഈ 5 പേരെ മാത്രമാണ് ഭഗവാൻ മാറ്റിക്കൊണ്ടുപോകുന്നത്. യുദ്ധക്കളത്തിൽ കിടന്നുറങ്ങണ്ടായെന്ന് പറഞ്ഞിട്ട് പാണ്ഡവരെ മാത്രമാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്. പാണ്ഡവരുടെ മക്കളും ദൃഷ്ടദ്യുമ്നൊക്കെ പടപുടിയിൽ തന്നെയുണ്ട്. അവരാരെയും ഭഗവാൻ വിളിച്ചുകൊണ്ട് രക്ഷിക്കാനൊന്നും പോയില്ല. കാരണം ഈ പക്വതയുള്ള ഒരാൾക്ക് മാത്രമേ ഭാവിയിൽ രാജ്യം നന്നായിട്ട് ഭരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ഭഗവാൻ മമതയൊന്നും വെച്ചില്ല. ശ്രീകൃഷ്ണൻ അവിടെ മമതയൊന്നും വെച്ചില്ല. വെച്ചത് ആർക്കാണ് യോഗ്യതയുള്ളവർ അവർ രാജ്യം ഭരിക്കണം.
അഹങ്കാരമില്ലാതെ വിവേകത്തോടുകൂടി പക്വതയോടെ രാജ്യം ഭരിക്കണം. അങ്ങനെ അതിനെ പ്രാപ്തരാക്കുകയാണ് ശ്രീകൃഷ്ണൻ അവിടെ ചെയ്യുന്നത്. ഈ പ്രാപ്തി രാമന് നേരത്തെ ഉണ്ടായിരുന്നു, അതെങ്ങനെ വേണമെന്ന് രാമൻ മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ രണ്ട് കഥകളും നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു ശരിയായ ഭരണാധികാരി എങ്ങനെയായിരിക്കണം, എങ്ങനെ ജീവിക്കണം, ജനങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിക്കാൻ തയ്യാറായിരിക്കണം, തൻ്റെ വ്യക്തി പ്രഭാവത്തിനൊന്നും അവിടെ പ്രാധാന്യമില്ല എന്നുള്ളത് ആണ് ഈ രണ്ട് ഇതിഹാസങ്ങളുടെ വനവാസ ഭാഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. നെയ്യാറ്റിൻ കരവാഴും കണ്ണാ നിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എന്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുൻപിൽ കർപ്പൂരമാവട്ടെ എന്റെ ജന്മം. നെയ്യാറ്റിൻ കരവാഴും കണ്ണാ നിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എന്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുൻപിൽ കർപ്പൂരമാവട്ടെ എന്റെ ജന്മം.